ഹലോ, നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ന്യൂസാ പെനിയുടെ ഐലൻഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ 5 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു സ്ഥലത്തിന് ഹാഷ്ടാഗോട് കൂടിയിട്ട് ഫോട്ടോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഷെയർ ചെയ്തിട്ടുള്ളത്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഇന്തോനേഷ്യയിലെ ബാലിയിലെ കെലിക്കിൻ ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഞ്ചൽ ബില്ലബോങ്ങും അതുപോലെ തന്നെ ബ്രോക്കൺ ബീച്ചിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. നമുക്ക് 30 മിനിറ്റോളം ഡ്രൈവിന് സമയം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇനി ഇവിടെ ഇഷ്ടം പോലെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ട് കാണാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ബൈക്കിലായിരിക്കും. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. അങ്ങനെ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊക്കെ നടക്കുകയാണ്. ഒരു 10 മിനിറ്റ് താഴത്തേക്ക് നടന്നിറങ്ങാനുണ്ട് കേട്ടോ. ഇവിടെയും എൻട്രി ഫീസ് ഉണ്ട്. 25,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ ഇവിടെ എൻട്രി ഫീസ് വരുന്നത്. അതായത് നാട്ടിൽ ഏകദേശം 125 രൂപ. അതുപോലെ തന്നെ കാറിന് 10,000 ഇന്തോനേഷ്യൻ റുപ്പിയും ബൈക്കിന് 5,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത്. നാട്ടിൽ ഏകദേശം 25ഉം 10 രൂപയാണ് വരുന്നത്. ഇന്തോനേഷ്യയുടെയും ബാലിയുടെയും ഒക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. നമ്മൾ യൂട്യൂബും അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവരുടെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ അങ്ങനത്തെ പരസ്യങ്ങളിൽ അവരുടെ ഏറ്റവും സൂപ്പർബായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും കാണിക്കുക അല്ലേ. അപ്പം അങ്ങനെ അവരുടെ പരസ്യങ്ങളിൽ ഇടപിടിക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഈ ഒരു കെല്ലിങ്കിൻ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, വർക്കല ക്ലിഫ് പോലെയൊക്കെ നല്ല ഉയരത്തിലാണ് കര നിൽക്കുന്നത്. ബീച്ച് അതിന് താഴെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ബീച്ചിലേക്ക് കര ഇങ്ങനെ നീണ്ടുപോകും. അതിൻ്റെ ഷേപ്പ് ഏകദേശം ദിനോസറിൻ്റെ പോലെയാണ് കേട്ടോ. ശരിക്കും പറയപ്പെടുന്നത് ദിനോസറിൻ്റെ നട്ടലിനോട് സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് 2 സൈഡിൽ ഇഷ്ടം പോലെ കടകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ബീച്ചൊക്കെ നല്ല വിസിബിളായിട്ട് കാണാനുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് ഇനിയും നടക്കാണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എന്തോ ഒരു അമ്പലം പോലെയൊക്കെ കാണാനുണ്ട്. ഈ ഒരു ബീച്ചിന്റെ അടുത്ത് മറ്റൊരു വെറൈറ്റി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പുര കാർ എന്നാണ് പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാഹനങ്ങളെ സംരക്ഷിക്കുന്ന ദേവത എന്ന കൺസെപ്റ്റിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പോയി കാണുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേ വലിയ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം നടന്ന് വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഹൈറ്റ് കൂടിയതുകൊണ്ട് തന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴേ ഏകദേശം 2 മണി സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം 9 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ അല്ലെങ്കിൽ ബാലിയിലെ ഏറ്റവും സൂപ്പർ കാഴ്ചകളിൽ ഒന്നായ കെലിങ്കിൻ ബീച്ചിലെ കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ന്യൂസാ പെനിയുടെ ട്രിപ്പിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. സീ ലെവലിൽ നിന്ന് 250 അടി മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതായത് ഏകദേശം 8-9 നിലകളുള്ള ബിൽഡിങ്ങിൽ നിന്ന് ബീച്ച് കാണുന്ന ഒരു സുഖമാണ് ഇവിടെ നിൽക്കുമ്പോൾ. ബീച്ചിലേക്ക് ദിനോസറിന്റെ രൂപസാദൃശ്യമുള്ള രീതിയിൽ ഒരു കര കയറി നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ കാഴ്ച. അതുകൊണ്ട് തന്നെ ടീറെക്സ് ബേ എന്ന് കൂടി ഈ ഒരു ബീച്ചിന് വിളിപ്പേരുണ്ട് കേട്ടോ. കെല്ലിങ്കിങ് എന്നാലേ ഇന്തോനേഷ്യൻ ഭാഷയിൽ ചെറുവിരല് എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നിട്ട് താഴെ ഇറങ്ങാൻ സാധിക്കും കേട്ടോ. പക്ഷേ കുറച്ച് ആരോഗ്യം വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250-ലധികം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴേക്ക് പോകാൻ. ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആൾക്കാരെ ചെറിയ ഉറുമ്പിൻ്റെ പോലെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ.
പിന്നെ താഴത്തേക്ക് ഏകദേശം 30 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ഇരട്ടി സമയം വേണം തിരിച്ച് കയറാനും. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാലകൾ അടിച്ചിട്ട് ഒരു വലിയൊരു കേവ് ഇതിന് താഴെയുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഫോട്ടോസ് ഒന്ന് കാണിക്കാം. മാത്രമല്ല ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കുളിക്കാതെ പോരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മലകൾക്കിടയിലാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശക്തിയായിട്ടുള്ള തിരമാലകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഇത് ആൾക്കാരാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറുമ്പുകൾ പോകുന്ന പോലെയാണ് കാണുന്നത്. നമ്മുടെ മൊബൈലിന്റെ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതിലൂടെയാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങി പോവുക. രണ്ട് സൈഡിലും മരത്തിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബീച്ചിന്റെ ലെഫ്റ്റ് സൈഡിലെ ഭാഗമാണ് കേട്ടോ. ഇവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ 1,00,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് പറഞ്ഞത്. ഏകദേശം നാട്ടിലെ 500 രൂപകളാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് ഫോട്ടോസ് കാണാൻ പറ്റും നമുക്ക്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരക്ഷ ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ക്രൗഡഡ് ആണ്. അതിനിടയിൽ ഫോട്ടോ എടുക്കണതൊക്കെ നമ്മൾ ഈ ഒരു ക്ലിഫിൻ്റെ സൈഡിൽ നിന്നിട്ടൊക്കെയാണ്. ഒന്ന് ജസ്റ്റ് നമ്മുടെ ശ്രദ്ധ മാറിയാൽ നമ്മൾ വലിയൊരു താഴ്ചയിലേക്കാണ് വീഴാം. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കുക. കാരണം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുന്നത് 100% ഉറപ്പാണ്. അത്രയും ഉയരത്തിന് മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി അഡ്വഞ്ചർ സംഭവം ഉണ്ട്. വേറെ ഒന്നുമില്ല, ബങ്കി ജമ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാഹസികരായിട്ടുള്ള യാത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ബങ്കി ജമ്പ് ഒന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം. ഏകദേശം നാട്ടിലെ 5,000 രൂപകളാണ് അതിന് ചാർജ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടാണ് കേട്ടോ ബങ്കി ജമ്പിന് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നിറയെ തെങ്ങുകളാണ്. ഏകദേശം നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഇനി നമ്മൾ പോകുന്നത് ക്രിസ്റ്റൽ ബേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ന്യൂസാപെനിയുടെ ഐലൻഡ് പാക്കേജിൽ ഏറ്റവും അവസാനത്തെ നമ്മുടെ സ്ഥലമാണ് ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.